ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും ഭവന നിർമ്മാണ ബോർഡിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയിൽ 42 വയസ്സ് കവിയരുത്. വിദ്യാഭ്യാസ യോഗ്യത ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. സമാന മേഖലയിലെ മികച്ച വേതനം ലഭിക്കുന്നതായിരിക്കും. കരാർ വ്യവസ്ഥയിൽ 1 വർഷത്തേക്കാണ് നിയമനം. MEP വർക്കുകൾ, MEP ഡ്രോയിങ്സ് റിവ്യൂ, ക്വാണ്ടിറ്റി സർവേയും സൈറ്റ് സൂപ്പർവൈസിംഗിൽ എന്നിവയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടാതെ ഇലക്ട്രിക്കൽ കേഡ്, പ്രൈസ് സോഫ്റ്റ്വെയർ എന്നിവയിലെ പരിചയവും ആവശ്യമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 20/6/2025 വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ ഉൾക്കൊള്ളിച്ച് ദ സെക്രട്ടറി, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഹെഡ് ഓഫീസ്, ശാന്തിനഗർ, തിരുവനന്തപുരം എന്ന വിലാസത്തിലേക്ക് 20/6/2025 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ തിരുനെല്ലി ആശ്രമ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. SSLCയും കേരള നഴ്സസ് കൗൺസിൽ അംഗീകരിച്ച ANM സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 18-നും 44-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ജൂൺ 23-ന് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ തന്നെ തിരുനെല്ലി ആശ്രമ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അതാത് ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതാത് ട്രേഡിൽ ഗവൺമെൻറ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PGDCയും 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി ജൂൺ 25-ന് രാവിലെ 11 മണിക്ക് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. അടുത്തത് എറണാകുളം ജില്ലയിൽ ഗവൺമെൻറ് ലോ കോളേജിൽ 2025-26 അധ്യയന വർഷത്തിൽ 2026 മാർച്ച് 30 വരെയുള്ള കാലയളവിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ BTech അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MC ആണ് വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 20-ന് രാവിലെ 10:30-ന് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ജനന തീയതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലയിൽ സ്ഥിര താമസക്കാരും ഡിജിറ്റൽ SLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കണം അപേക്ഷകർ. വൈഫൈ ക്യാമറ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായോ പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായോ സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. 2026 മാർച്ച് 31 വരെയായിരിക്കും പാനൽ കാലാവധി. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ നേരിട്ടോ നൽകാം. ഇമെയിലിൽ അയക്കുന്നവ സ്വീകരിക്കില്ല. ഇടുക്കി ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം അപേക്ഷകർ. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാകരുത്. ഇത് തെളിയിക്കുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അപ്പോൾ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ജൂൺ 23 വൈകിട്ട് 5 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കുയിലിമല, ഇടുക്കി, പിൻ നമ്പർ 685603 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന ചെങ്ങന്നൂരിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. ജൂൺ 18-ന് രാവിലെ 10 മണിക്ക് ചെങ്ങന്നൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് അഭിമുഖം. +2 അതിനു മുകളിലോ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്റർ രജിസ്റ്റർ ചെയ്തവരും അല്ലാത്തവരുമായ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷനുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിന് മെഗാ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്.
റൂഫിംഗ് ഫാബ്രിക്കേറ്റർ, വെൽഡർ, വെൽഡിംഗ് ഹെൽപ്പർ, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, ഫീൽഡ് സെയിൽസ് മാനേജർ, ഫീൽഡ് സെയിൽസ് ഓഫീസർ, സർവീസ് എഞ്ചിനീയർ, പ്രൊഫഷണൽ അക്കൗണ്ടന്റ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ജൂൺ 21 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കും. 10ാം ക്ലാസ്, +2, ഡിഗ്രി, ITI ഡിപ്ലോമ യോഗ്യതയുള്ളതും എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം. രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപയും സഹിതം പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് ഹാജരാവണം. മുൻപ് സ്വകാര്യ കമ്പനികളിൽ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ റെസീപ്റ്റും ബയോഡേറ്റയും കോപ്പിയും ഹാജരാക്കിയാൽ മതിയാവും. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.